നമസ്കാരം. ജയാസ് നവോദയ എൻട്രൻസ് കോച്ചിങ് സെന്ററിലെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരും വെൽക്കം ചെയ്യുന്നു. ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് തലയോലപ്പറമ്പ് മേവള്ളൂർ പ്രദേശത്തെ ആദിദേവ് അജിത്ത്. നമസ്കാരം മോനെ ആദിദേവ്. നമസ്തേ ടീച്ചർ. എന്തുണ്ട് വിശേഷം? സുഖം. സുഖം തന്നെ. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആദിദേവ് അജിത്തിനെ എല്ലാവരും കണ്ടല്ലോ. എങ്ങനെയാ ആദിദേവ്, സ്കൂളൊക്കെ എങ്ങനെ പോകുന്നു? സ്കൂളൊക്കെ നല്ലതാണ്, സുഖമായിട്ടിരിക്കുന്നു. സുഖമായിട്ടിരിക്കുന്നു. എത്ര ദിവസത്തെ അവധിക്കാ വീട്ടിൽ വന്നത്? ഒരാഴ്ചത്തെ അവധി ഉണ്ടായിരുന്നു. സ്കൂളില് നമ്മുടെ ജയാസ് നവോദയ എൻട്രൻസ് കോച്ചിങ് സെന്ററില് നിന്നും എത്ര കുട്ടികള് മോന്റെ ക്ലാസ്സില് ആരൊക്കെയാ ഉള്ളത്? എന്റെ ക്ലാസ്സില് റുബി ഉണ്ട്, ലക്ഷ്മിയുടെ ഉണ്ട്. ഞങ്ങള് ഒരു 3 പേരാണ് ഞങ്ങളുടെ ക്ലാസ്സിൽ തന്നെ ഉള്ളത്. പിന്നെ വേറെ 2 പേരുണ്ട്, ഗൗതം, ഉണ്ണിപതി. അവര് വേറെ സെക്ഷനിലാണ്. ഉണ്ണി പാർവതിയൊക്കെ 2 ബാച്ചുകളായിട്ട് നമ്മുടെ ക്ലാസ്സിലെ ഈ വർഷത്തെ നവോദയ എൻട്രൻസ് കോച്ചിങ് സെന്ററിൽ നിന്ന് ക്ലിയർ ചെയ്ത് 2 ബാച്ചിലായിട്ട് 2 ബാച്ചേ ഉള്ളൂ. 2 ബാച്ചിലുമായിട്ട് നമ്മുടെ കുട്ടികൾ വന്നിട്ടുണ്ട്. മോനെ ഏത് ഹൗസാ? ഞാൻ ആരവല്ലി ഹൗസിലാ അല്ലെ? ഇങ്ങനെ നവോദയ എൻട്രൻസ് ക്രാക്ക് ചെയ്യാനായിട്ട് ജയാസ് നവോദയ കോച്ചിങ് സെന്റർ എങ്ങനെയൊക്കെയാണ് മോനെ സഹായിച്ചത്? എന്നും ടെസ്റ്റ് പേപ്പർ ഉണ്ട്. പിന്നെ ഒരു ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്തിട്ടുണ്ട്. ഒരു ക്വസ്റ്റ്യൻ പോലും അത് ചെയ്തില്ല. പിന്നെ എന്നും ഓരോ പാർട്ടായിട്ട് നമുക്ക് വേറെ ഫ്രണ്ട്സിനൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറയും. പിന്നെ ഇപ്പൊ 5 മാത്സ് ചെയ്യണം, പാരേജ് ചെയ്യണം, അങ്ങനെയൊക്കെ ചെയ്തു. പിന്നെ എക്സാം അടുക്കാറായപ്പോഴത്തേക്ക് മോഡലെല്ലാം ഉണ്ടായിരുന്നു. മോഡലെല്ലാം കുറെയൊക്കെ ചെയ്ത് കഴിയുമ്പോ പിന്നെ പരീക്ഷ ചെല്ലുമ്പം നമുക്ക് 2 മണിക്കൂറിനുള്ളിൽ എഴുതാൻ നമ്മൾ ട്രെയിൻഡ് ആവും. പിന്നെ 2 മണിക്കൂർ സിമ്പിൾ ആയിട്ട്. മോഡൽ എക്സാമിനേഷൻ തന്നിരുന്നോ? മോഡൽ എക്സാം ഉണ്ടായിരുന്നു. അതായത് ഒരു ദിവസം മോനെ എത്ര മണിക്കൂർ പഠിക്കാനായിട്ട് കിട്ടുമായിരുന്നു? ഒരു ദിവസം എക്സാം അടുത്തപ്പോഴത്തേക്ക് ഞാൻ വെളുപ്പിനെ 5:45 തൊട്ടിരുന്ന് പഠിക്കുമായിരുന്നു. മോന് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സബ്ജക്ട് ഏതായിരുന്നു? മാത്സ് ആയിരുന്നു. നേരത്തെ എങ്ങനെയായിരുന്നു ഈ കോച്ചിങ്ങിന് വരുന്നതിന് മുമ്പ്? കോച്ചിങ്ങിന് വരുന്നതിന് മുമ്പ് മാത്സ് തന്നെയായിരുന്നു. എനിക്ക് മാത്സിനോടായിരുന്നു ഇഷ്ടം അല്ലേ? അത് ശരി. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടിൽ ഞാൻ, അനിയത്തി, അച്ഛനും അമ്മയും. അനിയത്തി എത്രാം ക്ലാസ്സിലാ? അനിയത്തി ഇപ്പൊ 4, 5ലേക്ക്. അവളെ കോച്ചിങ്ങിന് വിടുന്നോ? കോച്ചിങ്ങിന് വിടുന്നുണ്ട്. അവള് 4ാം ക്ലാസ്സിൽ തന്നെ കോച്ചിങ് സ്റ്റാർട്ട് ആക്കി 5ാം ക്ലാസ്സിലേക്ക് കോച്ചിങ് തുടരുന്നു. മോന്റെ അംബീഷൻ എന്താ? എന്റെ അംബീഷൻ IAS ഓഫീസർ ആകാൻ പറ്റിയ പഠിക്കാനുള്ള സൗകര്യങ്ങളും എല്ലാം തന്നെ ഉള്ളതാണ് കോട്ടയം ജവഹർ നവോദയ വിദ്യാലയം എന്ന് തോന്നിയോ? അതെ. അതിനകത്ത് ഗെയിംസും ആർട്സും ഒപ്പം തന്നെ മോന് പഠിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും, ടീച്ചേഴ്സിന്റെ അറ്റാച്ച്മെന്റും, ഫ്രണ്ട്ലി അറ്റാച്ച്മെന്റ് ആണോ ടീച്ചേഴ്സ് തരുന്നത്? അല്ലേ? IAS ആകാനായിട്ട്, സിവിൽ സർവീസ് ഓഫീസർ ആകാൻ താല്പര്യമുള്ള, ഇഷ്ടത്തോടുകൂടി കഷ്ടപ്പെടാതെ ഇഷ്ടപ്പെട്ട് പഠിക്കാനായിട്ട് ജയാസ് കോച്ചിങ് സെന്ററിൽ നിന്നും ക്ലിയർ ചെയ്തിട്ടുള്ള നവോദയ എൻട്രൻസ് എക്സാമിനേഷൻ ക്രാക്ക് ചെയ്ത ആദിദേവ് അജിത്തിന് എല്ലാവിധ ആശംസകളും. മോന്റെ ആഗ്രഹത്തിനനുസരിച്ച് വളരാനുള്ള
എല്ലാ സപ്പോർട്ടുകളും ഉണ്ടായിട്ടെ എന്ന ആശംസയോടുകൂടി നമസ്തേ.